മലയാളം ബിഗ് ബോസ് സീസൺ 7 സത്യത്തിൽ ഒരു അൺഫെയർ എവിക്ഷന്റെ ഒരു സീസൺ ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. 60 ദിവസങ്ങൾ പിന്നിട്ട സീസൺ 7 ഒരുപാട് അൺഫെയർ എവിക്ഷൻസ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൽ സപ്പോർട്ട് ഉള്ളവർ പോയി, സപ്പോർട്ട് ഇല്ലാത്തവർ പോയി. പക്ഷേ ഈ പറഞ്ഞവരൊക്കെ അൺഫെയർ എവിക്ഷൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കളിച്ചവർ തന്നെയാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഒരു റിയാലിറ്റി ഷോ ആണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് കളിച്ചവർക്ക് പോലും ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വീട്ടിൽ നിന്നും പോവേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു എവിക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ജിസേലിന്റെയും ഒനീലിന്റെയും ഈ രണ്ട് മത്സരാർത്ഥികളാണ് എവിക്റ്റഡ് ആയെന്ന് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒനീലിൻ്റെത് ഓക്കെയാണ്, പക്ഷെ ജിസേലിന്റെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് തോന്നിയത്. മറ്റു ചില മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ജിസേലിന് കുറച്ചും കൂടി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാമായിരുന്നു. പക്ഷേ ഓൾറെഡി 62 ദിവസം ആയല്ലോ, അപ്പൊ കഷ്ടിച്ച് ഇനി ഒരു 40 ദിവസത്തിന്റെ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. തുടക്കത്തിൽ നിന്ന് ഇത്രയും കുറെ അൺഫെയർ എവിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ജിസേലിന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ജിസേൽ കളിക്കുന്നില്ല. ആര്യന്റെ ആ ഒരു സ്നേഹ വലയത്തിൽ പുള്ളിക്കാരി വീണുപോയി. അതോടുകൂടി ജിസേലിന്റെ ആ ഒരു ഗെയിമിന്റെ ഗ്രാഫ് താഴോട്ടേക്കും പോയി. ആര്യന് സത്യം പറഞ്ഞാൽ ഒരു ഗെയിം തന്നെയാണ്, ഇതൊരു ഗെയിം തന്നെയാണ്. അപ്പൊ അതങ്ങനെയാണല്ലോ കളിക്കുക, പലരും പല സ്ട്രാറ്റജിയാണ് എടുക്കാറ്. അങ്ങനെ ജിസേലിന് ആ ഒരു ഗെയിമിന്റെ ഗ്രിപ്പ് തന്നെ പോയി കിട്ടി. ഇനി ജിസേൽ പോയി കഴിഞ്ഞാൽ ആര്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആര്യൻ ഒന്നും ചെയ്യില്ല, ആര്യൻ നന്നായിട്ട് തന്നെ ഗെയിം കളിക്കും. കാരണം പുള്ളിക്കാരൻ ഇതൊരു പ്യോർ ഗെയിം ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും കൂട്ട് ഒന്നൊന്നായിട്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും സിംഗിൾ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.